LDFന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ കിഫ്ബി സിഇഒ KM എബ്രഹാം രാജിവെച്ചു. മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറി. കിഫ്ബി അഡീഷണൽ സിഇഒ ബിനി ആന്റണിക്കാണ് പകരം ചുമതല. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത്. ഷഫീദ്, ഈ പറയുന്ന ഒരു വലിയ രാജി ഉണ്ടാകുന്നു. KM എബ്രഹാമിനെതിരെ B അശോക് അടക്കം രംഗത്ത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്ത് സൂപ്പർ ചീഫ് സെക്രട്ടറി ഒക്കെ പ്രവർത്തിച്ചെന്ന ആരോപണമടക്കം നേരിട്ടിരിക്കുന്നു. ഇപ്പോൾ ഭരണം മാറുമ്പോൾ ആദ്യ രാജി IAS തലത്ത്. സുഹേൽ, ഉറപ്പായിട്ടും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കഴിഞ്ഞ 10 വർഷം നിർണായക സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത്. മാത്രവുമല്ല, കിഫ്ബിയുമായി ബന്ധപ്പെട്ട കിഫ്ബി മസാല ബോണ്ട് വിവാദമടക്കം പലതരത്തിലുള്ള വിവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കിഫ്ബി സിഇഒയും രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, ഇനി കിഫ്ബിയുടെ ഭാവി എങ്ങോട്ട്, അല്ലെങ്കിൽ കിഫ്ബി എങ്ങനെയായിരിക്കും വരും സർക്കാർ കൈകാര്യം ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിർണായകമാണ്. ഈ ഭരണമാറ്റത്തിന് പിന്നാലെയാണ് KM എബ്രഹാമിന്റെ പടിയിറക്കം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കിഫ്ബി അഡീഷണൽ സിഇഒ മിനി ആന്റണിക്ക് പകരം ചുമതല നൽകിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ ബജറ്റിതര വായ്പാ സംവിധാനത്തിന്റെ ഘടനയിലും പ്രവർത്തന രീതിയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത്. നിലവിൽ ലഭ്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 98,800 കോടി രൂപയുടെ 1230-ലധികം പദ്ധതികൾക്കാണ് കിഫ്ബി ഭരണാനുമതി നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്നും 38,000 കോടിയിലധികം രൂപ വിവിധ പദ്ധതികൾക്കായി ചെലവഴിച്ചിട്ടുണ്ടെന്ന് കിഫ്ബി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതേസമയം കിഫ്ബി വഴിയെടുത്ത വായ്പകൾ സംസ്ഥാനത്തിന്റെ മൊത്തം കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര തീരുമാനം കേരളത്തിന്റെ സാമ്പത്തികാരോഗ്യത്തെ ഇതിനകം പ്രതികൂലമായി ബാധിച്ചിട്ടുമുണ്ട്. അതേസമയം ഈ പ്രതിപക്ഷത്തിരുന്ന കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ, നിലവിലെ വായ്പാ കരാർ അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കിഫ്ബി പെട്ടെന്ന് ഇനി വരുന്ന UDF സർക്കാരിന് നിർത്തലാക്കാനും കഴിയില്ല. അതുകൊണ്ടൊക്കെ കിഫ്ബിയുടെ ഭാവി എന്തായി തീരുമെന്നുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ കിഫ്ബി സിഇഒ KM എബ്രഹാം രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. സുഹൈൽ, ഷഫീദ്, കിഫ്ബി അഡീഷണലായി നമ്മുടെ അടിസ്ഥാന വികസനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഇടത് സർക്കാരിന്റെ കാലത്ത് രൂപം കൊണ്ടതാണ്, തോമസ് ഐസക്കിന്റെ കാലത്ത് രൂപം കൊണ്ടതാണ്. തുടക്കം മുതൽ കിഫ്ബിക്കെതിരെ മസാല ബോണ്ടിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച പാർട്ടി കൂടിയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. ഒപ്പം ഇത് പൊതുകടത്തിലേക്ക് ചേർത്ത് വെക്കുന്ന വലിയ സാമ്പത്തിക ബാധ്യതയായി കണക്കാക്കുന്നു. ഇപ്പോൾ കിഫ്ബി സിഇഒ തന്നെ പടിയിറങ്ങുമ്പോൾ ഭാവിയിൽ ഇതേപടി കിഫ്ബി നിലനിൽക്കുമെന്ന ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥലത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്നതിന്റെ സൂചന കൂടിയായി ഇതിനെ കണക്കാക്കാനാകുമ്പോൾ നേരത്തെ തന്നെ അടിമുടി ഭരണതലത്തിൽ IAS തലപ്പത്തടക്കം ഉണ്ടാകുമെന്ന സൂചന കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്നു. സുഹൈല, ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ്, അതല്ലെങ്കിൽ UDF അധികാരത്തിലെത്തും എന്ന് ഉറപ്പിക്കും മുൻപ് ഈ സർക്കാരിലെ തന്നെ ജീവനക്കാർ, പേരെടുത്ത് പറയുകയാണെങ്കിൽ B അശോക് അടക്കമുള്ള ആളുകൾ വിമർശിച്ചത് കിഫ്ബിയും അതേപോലെ കിഫ്ബി വഴി KM എബ്രഹാമിനെ ഒക്കെയുമായിരുന്നു. അദ്ദേഹം ഇക്കാര്യത്തിൽ അശോക് KM എബ്രഹാമിനെ വിമർശിച്ചത് ഭരണഘടനാ ബാഹ്യമായ ശക്തി എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ കിഫ്ബി കടമെടുത്തതുൾപ്പെടെയുള്ള പൊതുപണം തുടർഭരണം ഉറപ്പിക്കാനുള്ള പ്രചാരണത്തിനായി ചെലവിട്ടത് KM എബ്രഹാമിന്റെ നടപടിയാണ്. അതിന് കൂട്ടുനിൽക്കാത്തവരെ നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ സംസ്ഥാനത്തെ കേഡറിലെ തന്നെ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ അത് IAS ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ രൂപപ്പെടുന്നുണ്ട്. ഈ കോക്കസ് എന്നുള്ള വിമർശനം അടക്കമുള്ള കാര്യങ്ങൾ കേട്ടയാളാണ് KM എബ്രഹാം. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ നിന്ന് LDF മാറുമ്പോൾ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച സാഹചര്യത്തിൽ ഇനി അക്കാര്യത്തിൽ KM എബ്രഹാമിന് തുടരാൻ കഴിയില്ല എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന് തന്നെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടൊക്കെ കൂടിയാണ് KM എബ്രഹാമിന്റെ ഇപ്പോഴത്തെ രാജിയെ ഈ പറയുന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഏതായാലും ഈ ഒരു ഭാഗത്ത് B അശോകും അതേപോലെ N പ്രശാന്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥർ കിഫ്ബി അടക്കം വിമർശിച്ച സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാം. മറുഭാഗത്ത് LDF അധികാരത്തിലില്ലാത്ത സാഹചര്യത്തിൽ ഇനി കിഫ്ബിയുടെ ഭാവി എന്ത് എന്നുള്ള ചോദ്യവും സമാനമായി തന്നെ ഉയരുന്നുണ്ട്. സുഹൈൽ, ഇടത് IAS ഉദ്യോഗസ്ഥ കോക്കസ് എന്ന B അശോക് അടക്കം വിമർശിച്ചവരിൽ ഒരു പ്രധാനിയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഇനി സസ്പെൻഷനിലായ B അശോകിന്റെയും N പ്രശാന്തിന്റെയും ഭാവി കോൺഗ്രസ് കാലത്ത് എങ്ങനെയായിരിക്കും, തിരികെ വരുമ്പോൾ നടക്കുമുള്ള ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾ കൂടിയായിരിക്കും IAS തലത്ത് IAS കേഡറുകൾ ഇനി കേരളത്തിൽ കാണാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.